അതേ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. കുറച്ച് ദിവസങ്ങളായിട്ട് ഫേസ്ബുക്കിൽ ഞാൻ ചില പോസ്റ്റുകൾ വേദപുസ്തകത്തെ ആസ്പദമാക്കി ഇടുന്നുണ്ടല്ലോ. അപ്പം പലർക്കും ഒരു സംശയം. അപ്പം പലരും എന്നോട് വിളിച്ച് ചോദിച്ചു, എന്തുവാ നീ കത്തോലിക്ക സഭയിലല്ലേ, നീ പെന്തിക്കോസ്ത് സഭയിലോട്ട് ചേർന്നോ? പിന്നെ നീ ഇപ്പം മാനസാന്തരപ്പെട്ടതാണോ, അതോ വല്ല വിഷമമുണ്ടോ? പിന്നെ ഏതായാലും നല്ലതാ, അത് പിന്നെയും പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ പല അഭിപ്രായങ്ങളും അവർ പറഞ്ഞു. അതിനിടയ്ക്ക് അവർക്ക് സംശയമുണ്ട്, എന്തൊക്കെയോ വിഷമങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അവളിങ്ങനെയൊക്കെ പങ്കുവയ്ക്കുന്നതെന്ന്. അപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ ഒരു മറുപടി എനിക്ക് തരണമെന്ന്. കാരണം എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഇത് കാണുന്നവർക്കുണ്ടെങ്കിൽ അത് നമ്മൾ നീക്കി കൊടുക്കണമല്ലോ. അതുകൊണ്ട് പറയാം, എനിക്ക് ഇഷ്ടമായിരുന്നു ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുന്നത്. പക്ഷേ അതിനൊന്നുള്ളൊരു സാഹചര്യമോ സന്ദർഭമോ അതിനുള്ള കഴിവോ ഒന്നും എനിക്കില്ല. ഞാൻ ഈ പ്രാസംഗികയോ അല്ലെ പ്രസംഗിക്കാൻ കഴിവോ അല്ലെ അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ കത്തോലിക്ക സഭക്കാരിയല്ലേ എന്നൊരു ഡൗട്ടില്ലേ. ഞാൻ കല്യാണം കഴിച്ചത് മാർത്തോമാ സഭയിലേക്കാണ്. കല്യാണം കഴിഞ്ഞിട്ട് 17 വർഷമായി. അപ്പം തലശ്ശേരി രൂപതയിൽ ചെമ്പേരി ഇടവകയിൽ നിന്നാണ് ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലേക്ക് കല്യാണം കഴിച്ച് കടന്നു വന്നത്. കത്തോലിക്ക സഭയിൽ നിന്നാണ് വന്നതെങ്കിലും മാർത്തോമാ സഭയിൽ ഞാൻ വിവാഹം കഴിച്ച് വന്നപ്പോൾ മാർത്തോമാ സഭയുടെ ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഞാൻ ആയിരിക്കുന്നിടത്ത് ആകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ മാർത്തോമാ സഭക്കാരിയാണ്. എന്ന് വെച്ചാൽ ഞാൻ ഒരു സഭയെയും കുറച്ച് കാണുന്നില്ല. എല്ലാ സഭകളെയും ബഹുമാനിക്കുന്നു. ഇപ്പം ഞാൻ കല്യാണം കഴിച്ച് മാർത്തോമാ സഭയിലേക്ക് വന്നതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ചട്ടങ്ങളും ശീലങ്ങളും അനുസരിച്ച് ജീവിക്കണമല്ലോ, അതാണല്ലോ വേണ്ടത്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ, സഭയെപ്പറ്റി പറയുമ്പോൾ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ടേ, നമുക്കെതിരില്ലാത്തവൻ നമ്മുടെ ഭാഗത്താണെന്ന്. എന്താണെന്ന് വെച്ചാൽ യോഹന്നാൻ യേശുവിനോട് പറഞ്ഞു, ഗുരു, കുറച്ച് പേര് നിൻ്റെ നാമത്തിൽ രോഗശാന്തിയും ഒക്കെ നടത്തുന്നുണ്ട്, പിശാചുക്കളെയൊക്കെ പുറത്താക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, അവരെ തടയുമൊന്നും വേണ്ട. ഒരുവൻ എൻ്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തി ചെയ്യാനും ഉടനെ എന്നെക്കുറിച്ച് ദൂഷണം പറയാനും ഒന്നും സാധിക്കത്തില്ല. നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണെന്ന്. എന്ന് വെച്ചിട്ട് അതുപോലെ തന്നെ പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകിയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവനും പ്രതിഫലം ലഭിക്കാതിരിക്കില്ലെന്ന്. കാരണം ക്രിസ്തുവിൻ്റെ നാമത്തിൽ. അപ്പം അതുകൊണ്ട് പെന്തിക്കോസ്ത് സഭയിൽ നിന്നാലും കത്തോലിക്ക സഭയിൽ നിന്നാലും മാർത്തോമാ സഭയിൽ നിന്നാലും ഓർത്തഡോക്സ് സഭയിൽ നിന്നാലും CSI നിന്നാലും ഏത് സഭയാണേലും നമ്മളോട് കർത്താവ് നൽകിയിട്ടുള്ള കുറച്ച് കൽപ്പനകളുണ്ട് അല്ലേ. അത് നമുക്ക് പാലിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മുടെ കഴിവിനനുസരിച്ച് കുറവുകളും പോരായ്മകളും ബലഹീനതകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതിനൊക്കെ മറികടക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മളെല്ലാവരും പരിപൂർണരായിട്ടല്ല, പാപികളെ തേടിയ കർത്താവ് വന്നേ. അപ്പം നമ്മൾ പാപികളാണ്, ബലഹീനരാണ്. അപ്പോൾ ഏത് സഭയിലായിരിക്കുന്നു ആ സഭയിലെ ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ എനിക്ക്. കാരണം ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പം നമ്മൾ മരിച്ച് അങ്ങ് സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പം ഏത് സഭയായിരുന്നു എന്ന് ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഒരു സഭയിലും പ്രത്യേകമായിട്ട് ഊറ്റം കൊള്ളുന്നില്ല. ഞാനൊരു ക്രിസ്ത്യാനി എന്ന് പറയുന്നതിലാണ് എനിക്ക് ഏറ്റവും താല്പര്യം. പിന്നെ നമ്മൾ എവിടെയായിരിക്കുന്നോ അവിടുത്തെ നിയമത്തിൽ നിന്നുകൊണ്ട് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. പിന്നെ എനിക്ക് മാനസാന്തരം ഉണ്ടായതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റി വിഷമം ഉണ്ടായിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ഇടുന്നതെന്നൊക്കെ ചോദിച്ചു. അത് മാനസാന്തരം എന്ന് ചോദിച്ചാൽ ആ മാനസാന്തരം ഉണ്ടായെന്ന് പറയാം. കാരണം ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയാനും എന്നെ ഈശോ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനൊക്കെ എനിക്ക് സമയമെടുത്തു. അതെനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ കുറച്ച് നാളുകളായിട്ട് എൻ്റെ കാലിൻ്റെ മുട്ടിനൊക്കെ വേദനയായിരുന്നു. അപ്പം ഇഞ്ചക്ഷനൊക്കെ എടുത്ത് പുറത്തേക്കൊന്നും അങ്ങ് അധികം ജോലി ചെയ്യാനോ അങ്ങനെ ഹാർഡ് വർക്കൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം മക്കളെ സ്കൂളിലൊക്കെ വിട്ട് കഴിഞ്ഞാൽ രാവിലെ 7:45 കഴിയുമ്പോൾ അവരുടെ സ്കൂൾ ബസ് വരും. അവർ സ്കൂൾ ബസ് വന്ന് കഴിയുമ്പം
വൈകിട്ട് 5 മണിക്കേ വരത്തുള്ളൂ. അപ്പം ഞാൻ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുക. പണിയെല്ലാം രാവിലെ തന്നെ എൻ്റെ എല്ലാം കംപ്ലീറ്റ് ആവും. പിന്നെ നമ്മൾ സമയം വെറുതെ ചിലവഴിച്ച് കളയണ്ടല്ലോ. അപ്പം വചനം പഠിക്കുകയും വചനത്തെപ്പറ്റി കൂടുതൽ ആഴത്തിൽ പഠിക്കാനും പണ്ട് മുതലേ എനിക്കുള്ള ശീലമാണ്. വചനം എഴുതി വെക്കുക, പഠിക്കുക. പിന്നെ ഇപ്പം മാർത്തോമാ സഭയിലേക്ക് വന്നപ്പം നമ്മൾ വചനത്തിൽ പറയുന്ന എല്ലാം ഒന്ന് തന്നെയാണെങ്കിലും മാർത്തോമാ സഭക്കാരുടെ ബൈബിളിലെ വേദപുസ്തകത്തിലെ പല വാചകങ്ങളും, വാക്കുകൾ, പേരുകൾ, സ്ഥലങ്ങളൊക്കെ ഉച്ചരിക്കും കുറച്ച് ഡിഫറൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും. അപ്പം ഞാൻ ഈ കത്തോലിക്ക ബൈബിളും ഇവിടുത്തെ ബൈബിളും വെച്ച് കമ്പയർ ചെയ്ത് വെച്ച് പഠിക്കും. അങ്ങനെ പഠിച്ച് ഞാൻ വചനം പഠിച്ചുകൊണ്ട് വരിക. അപ്പോൾ ഒത്തിരി എനിക്ക് എൻ്റെ മനസ്സിനെ ഒത്തിരി പിടിച്ചുലച്ച സംഭവങ്ങളും എന്നെ എൻ്റെ യേശു സ്നേഹിക്കുന്നുണ്ടെന്നും പിന്നെ ലോകത്ത് ആരൊക്കെ നിന്നെ വെറുത്താലും അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിയാലും ഒക്കെ നീ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ വചനത്തിൽ കൂടെ എനിക്ക് ഒത്തിരി സന്ദേശങ്ങൾ എനിക്ക് കിട്ടി. അത് കിട്ടാനായിട്ടൊരു സാഹചര്യം എനിക്കുണ്ടായി എന്ന് വെച്ചാൽ 2022-23 തോന്നുന്നു ഈ പള്ളി ഇടവകയിലെ ജൂബിലി ആഘോഷമായിരുന്നു. 50 വർഷം പൂർത്തിയായതിൻ്റെ ആ ദിവസങ്ങളിൽ 50 ദിവസം പല ഭവനങ്ങളിലായിട്ട് 50 ദിവസവും പ്രെയർ നടത്തി, കൂട്ടായ്മ നടത്തി. ഇവിടുത്തെ ഇടവക വികാരിയച്ഛൻ വളരെ ആത്മീയതയുള്ള ഒത്തിരി നല്ലൊരു വൈദികനായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ പിന്നെ ആരാധനാക്രമങ്ങളും അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങളും വചനത്തിൻ്റെ പഠിപ്പിക്കലുകളും ഒക്കെ എൻ്റെ മനസ്സിനെ ഒത്തിരിയേറെ ടച്ച് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ വചനത്തിലേക്ക് കൂടുതൽ അടുക്കുന്നത്. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ അച്ഛനോട് ചോദിച്ച് പഠിക്കാനും ഒക്കെ ഞങ്ങൾക്ക് അവസരം കിട്ടി. അതിനുശേഷം ഒരു അച്ഛൻ കടന്നു വന്നു. ആ വൈദികനാണെങ്കിലും ഒത്തിരിയേറെ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വചനത്തെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് പഠിപ്പിക്കുന്ന രീതിയിലായിരുന്നു എല്ലാ വൈദികരും കടന്നു പോകുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും അറിയത്തില്ല, എനിക്കൊന്നും അറിയത്തില്ല വചനത്തെക്കുറിച്ചൊന്നും. അപ്പം അങ്ങനെ പഠിക്കാനുള്ളൊരാഗ്രഹം എൻ്റെ ഉള്ളിൽ എനിക്ക് എൻ്റെ യേശു ജനിപ്പിച്ചു തന്നു. അപ്പോൾ അതിൻ്റെ പിന്നെ നമുക്ക് ദൈവം തരുന്ന നന്മകൾ നമ്മൾ മറ്റുള്ളവരോട് സാക്ഷ്യപ്പെടുത്തണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെ മറ്റുള്ളവർക്കൊരു പ്രചോദനമായി തീരും. അതാണായിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നെ ഇതുകൊണ്ട് ആർക്കും ദോഷമുള്ള രീതിയിൽ ഞാൻ പറയുന്നില്ല. ആർക്കെങ്കിലും അതിനെ ഒരു ബുദ്ധിമുട്ടായിട്ടോ വിഷമമായിട്ടോ തോന്നിയതായിട്ട് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എല്ലാവരും പറഞ്ഞത് നല്ല സന്ദേശമാണ് ഇടുന്നത്, കണ്ടിന്യൂ ചെയ്യണമെന്നൊക്കെ പലരും എന്നെ വിളിച്ച് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇപ്പോൾ ഒരു വോയിസ് വിടുന്നത് കേട്ടോ. താങ്ക് യു.